തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ സംഭവം നടന്ന്, അതായത് ഈ യുവതി ആത്മഹത്യ ചെയ്ത് ഒരു മാസം കഴിഞ്ഞിട്ടും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിക്കാത്തത് പോലീസിന്റെ, നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ വീഴ്ച തന്നെയാണ്. പ്രതി സുഗാന്ത് സുരേഷിനെ ഇതുവരെയും പിടികൂടാത്തത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതിയും ചോദിച്ചിരിക്കുന്നു. പ്രതിക്ക് ആരുടെയെങ്കിലും സംരക്ഷണമുണ്ടോ എന്ന് കോടതി പോലീസിനോട് ചോദിച്ചു. പ്രതി ഒളിവിലാണെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. സുഗാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യം ചോദിച്ചത്. ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും. അതുവരെയും അറസ്റ്റ് പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഒരു മാസമൊക്കെ പിന്നിടുന്നു IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തിട്ട്. അതിനിടെ ഒളിവിൽ പോയ സുഗാന്തിന്റെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം പോലീസിൽ കീഴടങ്ങിയിരുന്നു. പക്ഷെ ഇതുവരെയും സുഗാന്ത് എവിടെയുണ്ട്, ഈ IB ഉദ്യോഗസ്ഥന് എവിടെയുണ്ടെന്ന ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല. പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? ഇന്ന് പോലീസ് എന്താണ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്? ടോം, ഇതിൽ താൻ നിരപരാധിയാണെന്നും മുൻകൂർ ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുഗാന്ത് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഹർജി പരിഗണിച്ച കോടതി പ്രധാനമായും ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ പ്രതിയെ ഇതുവരേക്കും അറസ്റ്റ് ചെയ്യാത്തതെന്നാണ്. കാരണം ഒരു മാസം പിന്നിടുന്നു ഈ സുഗാന്ത് ഒളിവിൽ പോയിട്ട്. കേരള പോലീസിന് എന്തുകൊണ്ട് സുഗാന്തിനെ പോലുള്ള ഒരു IB ഉദ്യോഗസ്ഥനെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ആരുടെയെങ്കിലും സഹായം പ്രതിക്ക് ലഭ്യമാകുന്നുണ്ടോ എന്നുകൂടി കോടതി ആരായുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഒരു ബലാത്സംഗ കേസിലെ പ്രതിയാണ്, ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് സുഗാന്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് പോലീസിന് സുഗാന്തിനെ പിടികൂടാൻ കഴിയാത്തത് എന്നുള്ളൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ചോദ്യമാണ് കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. സ്വാഭാവികമായും പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംരക്ഷണം ലഭിക്കുന്നുണ്ടോ എന്ന് തന്നെ ഒരു സംശയം കോടതിയും പ്രകടിപ്പിച്ചിരിക്കുന്നു. എന്തായാലും തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് കൂടി കോടതി പറയുന്നുണ്ട്. തിങ്കളാഴ്ച ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയും. തിങ്കളാഴ്ചയായിരിക്കും ഈ ഹർജി വീണ്ടും പരിഗണിക്കുക. എന്തായാലും ഇതിൽ താൻ നിരപരാധിയാണ്, മുൻകൂർ ജാമ്യം നൽകണമെന്നായിരുന്നു സുഗാന്ത് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ മരിച്ച പെൺകുട്ടിയുടെ മാതാപിതാക്കളടക്കം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രതി നിരന്തരം പെൺകുട്ടിയെ ചൂഷണം ചെയ്തിട്ടുണ്ട്, സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ വലിയ തുക പെൺകുട്ടിയിൽ നിന്നും തട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുട്ടിയിൽ നിന്നും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾക്കൊടുവിലാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത്, ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വിശദമായി കോടതി ഈ വാദം കേട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് തിങ്കളാഴ്ച ഹർജി പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നത്. അതിലായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. എന്തായാലും കോടതിയിൽ സർക്കാർ ഈ പോലീസ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് പ്രതി ഒളിവിലാണ്. പ്രതിക്കായുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഒളിവിലാണ്, എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. അതിനിടയിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ പ്രതി സമീപിക്കുകയും ചെയ്തത്. എല്ലാവിധത്തിലുള്ള തെളിവുകളും പ്രതിക്കെതിരെ ശേഖരിക്കുകയും ചെയ്തു. ഈ പ്രതിയെ സുഗാന്തിനെതിരെ IB നടപടി സ്വീകരിച്ചിരുന്നു, ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷെ ഇയാൾക്ക് ഒളിവിൽ പോകാനായിട്ട് ആരുടെയെങ്കിലും ഉന്നതരുടെ, IB ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ പോലീസിന്റെ സഹായം ലഭിച്ചിരുന്നു? കാരണം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു സൂചനയും ലഭിക്കാത്തത് ഒന്ന് നമ്മുടെ പോലീസിന്റെ അന്വേഷണത്തിന്റെ വീഴ്ചയാണെന്ന് തുറന്നു പറയേണ്ടി വരും. പോലീസിന്റെ സഹായം ഇയാൾക്ക് ഒളിവിൽ പോയാൻ ലഭിച്ചു കാണുമോ? മാത്രമല്ല, ഇയാൾ രാജ്യത്തുണ്ടോ അതോ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? പോലീസിനെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ വേണ്ട വിധത്തിലുള്ള പ്രതി രാജ്യം വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞു. കേരളത്തിനകത്ത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും പ്രതി എന്നൊരു നിഗമനത്തിലാണ് പോലീസും എത്തി നിൽക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് പ്രതിയെ പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഗാന്തിനെ പോലുള്ള ഒരു ക്രിമിനൽ കുറ്റമുള്ള അല്ലെങ്കിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ IB ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം ഉപയോഗിച്ച് എവിടെയെങ്കിലും ഒളിവിൽ കഴിയാൻ, അല്ലെങ്കിൽ പോലീസിന് പ്രതിയെ ഉടനെ പിടികൂടേണ്ട, കോടതിയുടെ ഒരു തീരുമാനം വന്നതിന് ശേഷം പിടികൂടിയാൽ മതിയോ എന്നൊരു നീക്കത്തിലേക്കാണോ പോലീസും എത്തി നിൽക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമുക്കറിയാം ടോം, ഇത്തരത്തിൽ ബലാത്സംഗ കുറ്റത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ സമൂഹത്തിൽ അല്പം സ്വാധീനമുള്ള വ്യക്തികളെ പിടികൂടുമ്പോൾ പലപ്പോഴും പോലീസിന്റെ ഭാഗത്ത് നിന്നും ഒരു നിസ്സഹകരണം ഉണ്ടാകും, അല്ലെങ്കിൽ ഈ ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യമാണ് പോലീസ് പലപ്പോഴും കടക്കുന്നത്. അതിന് കാരണം ഈ പ്രതിയുടെ സ്വാധീനം തന്നെ ആയിരിക്കും. പോലീസിന്മേൽ ഏതെങ്കിലും വിധത്തിലുള്ള
തരത്തിലുള്ള സമ്മർദ്ദമുണ്ടോ എന്ന് നമ്മളിവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം 1.5 മാസത്തോളമായി, ഒരു മാസം കഴിയുന്നു ഇതുപോലൊരു ക്രിമിനൽ കുറ്റകൃത്യം ചെയ്ത ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് നയിച്ച ഒരു കേസിലെ പ്രതിയെ എന്തുകൊണ്ട് കേരള പോലീസിന് പിടികൂടാൻ കഴിഞ്ഞില്ല എന്നതിൽ കൃത്യമായി ഈ പ്രതിക്ക് ഒരു സ്വാധീനം, സമൂഹത്തിലുള്ള സ്വാധീനം, അല്ലെങ്കിൽ ചില പ്രതിയെ പിടികൂടണ്ട എന്ന തരത്തിലുള്ള സമ്മർദ്ദം പോലീസിന്മേൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയായിരിക്കും പ്രതിയെ പിടികൂടാൻ കഴിയാത്തത് എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കേണ്ടിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് കോടതിയും ചോദിച്ചത്. എന്തുകൊണ്ടാണ് പ്രതിയെ പിടികൂടാത്തത്? ഏതെങ്കിലും തരത്തിലുള്ളൊരു സമ്മർദ്ദം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു സ്വാധീനം പ്രതിക്കുണ്ടെന്ന് കരുതുന്നുണ്ടോ എന്ന് കോടതിയും ചോദിക്കാനുള്ളൊരു കാരണം അത് തന്നെയാണ്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്നും പറയുന്നത്, അല്ലെങ്കിൽ പോലീസ് നൽകുന്ന വിശദീകരണം, പ്രതിക്കായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രതി ഒളിവിലാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച നമുക്ക് ഇതിലൊരു വിധി അറിയാൻ സാധിക്കും. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിലാണ് പ്രതി സുഗാന്തിന് ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്തത്. ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് പ്രതിയെ പിടികൂടാത്തതെന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു. പ്രതിക്ക് രക്ഷപ്പെടാനായി ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നുവെന്നും കോടതി ചോദിച്ചിട്ടുണ്ട്.